നമ്മളിപ്പോ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു ബാഹുബലിയാണെന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ കോമഡി ആയിട്ട് കണ്ടിരിക്കുക. നമ്മള് കാശ് എടുത്ത് കാണുന്ന പ്രേക്ഷകരെ വെറും മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് ഒരു സിനിമ എടുത്ത് വെച്ചേക്കുന്നത്. ബാഹുബലിന്ന് കമ്പയർ ചെയ്യില്ലേ? മെയിൻ എടുത്തോണ്ട് VFX ചെയ്തവനെ നമ്പിക്കണം. അവന് കുറച്ചെങ്കിലും കൊച്ചി ടിവിയിലൊക്കെ ഇതിനെക്കാളും കിടലായിട്ട് VFX ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമയാണ്. ഹേ സിനിഫേഴ്സ്, വെൽക്കം ബാക്ക്. തെലുങ്കിൽ നിന്നും പവൻ കല്യാണിന്റെ ഒരു ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ പടം റിലീസിന് എത്തിയിട്ടുണ്ട്. ഹരിഹര വീരമല്ലു. ട്രെയിലറൊക്കെ കണ്ടിട്ട് ബാഹുബലിയൊക്കെ കടത്തി വെട്ടുന്ന ലെവൽ സെറ്റപ്പ് ഒക്കെയാണ്. ഇപ്പോൾ പടം കണ്ടവർ നിങ്ങൾ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നേരെ ഹരിഹര വീരമല്ലു റിവ്യൂലേക്ക്. ഹരിഹര വീരമല്ലു പടം പടം കുഴപ്പമൊന്നുമില്ല. ഒരുമാതിരി നാടകം എടുത്ത് വെച്ച പോലെ ഉണ്ട് സംഗതി. ബ്രഹ്മാണ്ഡ പരിപാടിയാണോ? അല്ല മേക്കിംഗ് ഒക്കെ VFX ഒക്കെ വളരെ മോശമാണ്. അയ്യോ കോമഡി ആയിട്ട് കണ്ടിരിക്കുക. എങ്ങനെയുണ്ട് പടത്തിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ആളവിടുത്തെ ഡെപ്യൂട്ടി CM ഒക്കെ അല്ലേ, അല്ല മിനിസ്റ്റർ ആണ് എന്തായാലും അവിടുത്തെ പവൻ കല്യാൺ. ആ രീതിയിൽ അത് വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ കേരളത്തിൽ വർക്കൗട്ട് ആവാൻ സാധ്യതയില്ലെങ്കിലും അവിടെയൊക്കെ ചിലപ്പോൾ വർക്കൗട്ട് ആവും. കാരണം മുസ്ലിംസ് ഒക്കെ ആ നെഗറ്റീവ്സ് ഉണ്ട് അതിൽ കാര്യങ്ങൾ, തെറ്റു പറയാൻ പറ്റില്ല. വർഗീയത അങ്ങനത്തെ പരിപാടിയൊക്കെ അതായത് മുസ്ലിംസ് മറ്റേ സംഗീതത്തിനെ അംഗീകരിക്കാത്തവര്, അല്ലെങ്കിൽ മറ്റേ ഇന്ത്യ പാക് അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഒരു ഹിന്ദു മുസ്ലിം സംഗതി ഉണ്ട്. അതേപോലെ മുസ്ലിംസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കൾ പൂജ ചെയ്യുന്ന ആ ഒരു വൈബാണ്. പ്രോപ്പഗണ്ട പറയാൻ പറ്റുമോ അറിയില്ല. പക്ഷെ അങ്ങനത്തെ നെഗറ്റീവ് അതിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് വർക്കൗട്ട് ആവുമോ എന്നുള്ളതാണ്. കാരണം മേക്കിംഗ് അത്രയും മോശമാണ്. പിന്നെ അത് എങ്ങനെ അവിടെ ഉള്ളവർക്ക് വർക്കൗട്ട് ആവും. ഇവിടെ മലയാളം ഡബിങ് കോമഡി ഡബിങ്ങും കൊള്ളൂല, അയാളുടെ അഭിനയവും കൊള്ളൂല. എന്ത് ചെയ്യാനാ? പവൻ കല്യാണിന്റെ അടുത്തുനിന്നൊക്കെ ഇങ്ങനെയൊക്കെ മോശമാണ്. ബ്രോ എനിക്ക് വർക്കായില്ല. എങ്ങനെയാണ്? ചെറിയൊരു ബാഹുബലി ടച്ച് ഒക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല, ഓക്കെ ആയി വന്നിട്ടില്ല. അത് ഡയറക്ടർ ഇടയ്ക്ക് വെച്ച് മാറി, പിന്നെ പുതിയൊരു ഡയറക്ടർ ആയിരുന്നല്ലോ, ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം. നല്ലൊരു കന്നഡ മാസ് മസാല രീതിയിൽ കണ്ടിരിക്കാനുണ്ടോ? ജസ്റ്റ് VFX ഒക്കെ വളരെ മോശം, അത്ര വർക്കായില്ല. എനിക്ക് അങ്ങോട്ട് വർക്കായിട്ടില്ല. കോമഡിയാണ്. ഓക്കെ. ബാഹുബലിയൊക്കെ കടത്തി വിട്ടുന്ന പോലത്തെ ഒരു പരിപാടിയാണോ ചെയ്തിരിക്കുന്നതൊക്കെ തന്നെയാണ്. കുഴപ്പമില്ല, നല്ല രീതി ചെയ്തിട്ടുണ്ട്. നടൻ എങ്ങനെയുണ്ട്? പവൻ കല്യാൺ അടിപൊളിയല്ലേ? അടിപൊളിയാണോ? പവർ സ്റ്റാർ ആണ്. സൂപ്പർ. മൊത്തത്തിൽ എങ്ങനെയുണ്ട് പടം? ശരിക്കും പടം കുഴപ്പമില്ല. രണ്ടാം ഭാഗം ഉണ്ടെന്ന് തോന്നുന്നു. VFX ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ബാഹുബലിയൊക്കെ കടത്തി വിട്ടുന്ന മേക്കിംഗ് ഒക്കെ ആണോ? മേക്കിംഗ് കുഴപ്പമില്ല, നല്ല രീതി ചെയ്തിട്ടുണ്ട്. മലയാളം ഡബിങ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ബോറടിയൊന്നും നല്ല രീതി. ഹരിഹര വീരമല്ലു പടം ബ്രോ ഒരു ബാഹുബലി പ്രതീക്ഷ അവർ ചെയ്തതാണെന്ന് തോന്നുന്നു. ഇതിന്റെ ഡയറക്ടറൊക്കെ മാറിയതിനെ കൊണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ചൊക്കെ ഒരു ചെറിയ ഓക്കെ ഫീലാണ്. പിന്നെ ക്ലൈമാക്സിലും കുറച്ച് VFX കൊള്ളാം. ബാക്കിയൊക്കെ വൻ ഷോക്ക് എന്ന് വെച്ചാൽ വൻ ഷോക്ക്. എന്തായാലും പ്രൊഡ്യൂസർക്ക് അതിനുവേണ്ടി ഒരുപാട് ലാഭം പിടിച്ചെടുത്തിട്ടുണ്ട്. VFXന്റെ പല സീനുകളും കണ്ട വരച്ചു വെച്ച കണക്കും ഒട്ടും ഒരു ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി പക്ക ഡമ്മി എന്ന് വെച്ചാൽ ഡമ്മി പീസായിട്ട് എങ്ങനെയുണ്ട്? പവൻ കല്യാൺ എന്തോ ഡെപ്യൂട്ടി CM ആയിട്ട് ലീവ് എടുത്തൊന്ന് അഭിനയിച്ചതാണ്. അതിന്റെ ഒരു ഇതും ഇമ്പാക്ട് ഈ സിനിമയിൽ കാണില്ല. എന്തായാലും അടുത്ത OG ഇറങ്ങുമ്പോൾ അതിന്റെ ടീച്ചറും കാര്യങ്ങളൊക്കെ കിട്ടില്ലായിരുന്നു. ഇതിന്റെ ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുമോ മാസൊക്കെ മസാല? ഇതിന്റെ സെയിം ബഡ്ജറ്റ് ഇട്ട് രണ്ട് കന്നഡ പടം എടുക്കാമായിരുന്നു. ഈ പവൻ കല്യാൺ നോർമൽ ഒരു ടിപ്പിക്കൽ സിനിമയാണെങ്കിൽ, ഒരു മാസ് മസാല സിനിമയാണെങ്കിൽ 2 സിനിമ എടുക്കാനുള്ള ബഡ്ജറ്റ് ഈ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി കൊണ്ട് പ്രൊഡ്യൂസർ മുടക്കിയത്. പക്ഷെ അതിന്റെ ഒരു സിനിമയുടെയെങ്കിലും കിട്ടിയ കൊള്ളാൻ പ്രോഫിറ്റ്. മലങ്കൾട്ടായിട്ട് കണ്ടിരിക്കാവോ? മലങ്കൾട്ടൊക്കെ ഇതിനെക്കാട്ടിലും ഭേദം. അത് ഡയലോഗെല്ലാം ആരെഴുതി വെച്ചേക്കുന്നു ബ്രോ. ഡയലോഗൊന്നും ഒട്ടും കൊള്ളില്ല. ഡബിങ് മോശം. ചില ഡയലോഗൊക്കെ അടക്കം പറയുന്ന കണക്കും ഒന്നും ഒട്ടും വ്യക്തമല്ല. മെയിൻ എടുത്തോണ്ട് VFX ചെയ്തവനെ നമ്പിക്കണം. അവന് കുറച്ചെങ്കിലും കൊച്ചി ടിവിയിലൊക്കെ ഇതിനെക്കാളും കിടലായിട്ട് VFX ചെയ്യും. VFX എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഒരു ഇതുമില്ല. കുറച്ചെങ്കിലും ഒരു പണിയെടുത്തിട്ടില്ല. VFXന് വേണ്ടി ഒട്ടും തന്നെ പണിയെടുത്തിട്ടില്ല. ബ്രഹ്മാണ്ഡ പടം പോലെ അവർ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അതിനു വേണ്ടിയേ പിടിച്ചേക്കുന്നത്. സെക്കൻഡ് പാർട്ടൊക്കെ ഇത് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് പോയ ആരെങ്കിലും സെക്കൻഡ് പാർട്ട് കാണാൻ വരുമെന്ന് എനിക്ക് ഒരു ഇതുമില്ല. മറ്റു ക്യാരക്ടേഴ്സ് ഒക്കെ എന്തോ സെയിം പരിപാടിയൊക്കെ തന്നെ. ഒരു ബാഹുബലി പോയിട്ട് അതിന്റെ അടുത്തു പോലും നമ്മളിപ്പോ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു ബാഹുബലിയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും അതിൻ്റെതായ നിലവാരമുണ്ട്. പക്ഷെ ഇതിനകത്ത് ഡബിങ് പോരാ, VFX പോരാ, ഒന്നിലും പോരാ. സ്റ്റോറി വീണ്ടും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ചുമ്മാ മതത്തിന്റെ പേരിലുള്ളത്. അത് വെച്ച് കുറച്ച് ഓഡിയൻസ് കയറുമെന്ന് വിചാരിച്ചായിരിക്കും അവര് അതിനെപ്പറ്റി എടുത്തേക്കുന്നത്. അവിടെയൊക്കെ വർക്കാവോ? കന്നഡ ഓഡിയൻസിന് വർക്കാവണമെങ്കിൽ കുറച്ച് ലാഗുണ്ട്. കുറച്ചുകൂടെ ഡ്രിം ചെയ്ത് കുറച്ചുകൂടെ ആക്ഷനും പിന്നെ കുറച്ചും കൂടെ ലോജിക്കില്ലായ്മയും കൂടെ ആഡ് ചെയ്താൽ അവിടെ ചിലപ്പം കന്നഡ ഓഡിയൻസിന് കുറച്ചും കൂടെ വർക്കാവാൻ ചാൻസ് ഉണ്ട്. മുതല് മേക്കിംഗ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? ബിഗ് ബഡ്ജറ്റ് ഒരു കൺസിസ്റ്റൻസി ഇല്ല അവർക്ക്. 2 ഡയറക്ടേഴ്സ് എടുത്തേക്കുന്നത്. ആദ്യത്തെ ഡയറക്ടർ എടുത്ത പോർഷൻസ് എല്ലാം കൊള്ളാം. പിന്നെ അങ്ങോട്ട് പിന്നെ പ്രൊഡ്യൂസറിന്റെ മോനെ രണ്ടാമത്തെ ഡയറക്ടർ കൊള്ളത്തില്ല. പുള്ളി ചെയ്ത് പിന്നെ കിരവാനി ഒരു ബാഹുബലി ടച്ച് ഒക്കെ ആയിരുന്നു. ബാഹുബലി കമ്പയർ ചെയ്യില്ലേ? അത്രയൊന്നും ഇല്ല. ചെറിയൊരു പരിപാടി. ബഡ്ജറ്റ് നല്ല അവർക്ക്
പിടിച്ചാണ് ചെയ്തേക്കുന്നത്. VFX ഒക്കെ എങ്ങനെ കോമഡി ആയിപ്പോയോ? VFX അവസാനത്തെ VFX മാത്രം ഇത്തിരി പണിയെടുത്തത്, ബാക്കി അവർ എഫേർട്ടൊന്നും എടുത്തിട്ടില്ല. പോരാ, ഡബിങ് എങ്ങനെയുണ്ട്? പാൻ ഇന്ത്യൻ റീച്ചിനുള്ള ഇതുണ്ടോ ഒരു ബ്രഹ്മാണ്ഡ പടം എന്നുള്ള രീതിയിൽ? ഡബിങ്ങും പോരാ. മലയാളം ഡബിങ് അല്ലേ? ഇത്രയും ദുൽഖർ ഇത്രയും വലിയ റിലീസൊക്കെ എടുത്തപ്പം പ്രൊമോഷൻ പോലും ചെയ്തിട്ടില്ല. പ്രൊമോഷൻ ചെയ്യേണ്ട ഇങ്ങനത്തെ പടത്തിന്. പവൻ കല്യാൺ അവിടെ നോർത്തിലൊക്കെ വർക്ക് ആവും, കന്നഡ ഓഡിയൻസ്, തെലുങ്ക് ഓഡിയൻസ്. കന്നഡയിലും തെലുങ്കിലിപ്പം ഫസ്റ്റ് ഹാഫ് ഉള്ള സെക്കൻഡ് ഹാഫ് ഉള്ളത്തിലെന്ന രീതിയിലാണ് പോയത്. അങ്ങനെ വന്നത്. പോസിറ്റീവ് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? മേക്ക് VFX മ്യൂസിക് ഹീറോയാണ്, മ്യൂസിക് കൊള്ളാം. മ്യൂസിക് ഓക്കെ. പിന്നെ ലിറിക്സ് ഒക്കെ കൊള്ളായിരുന്നു. മ്യൂസിക്കിന്റെ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഹരിഹര വീരമല്ലു? ഞാൻ ഈ വർഷം കണ്ടതിൽ വേസ്റ്റ് പടങ്ങളിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ഞാൻ വെച്ചേക്കുന്ന സിനിമ ആയിരിക്കും ഇത്. എന്ന് വെച്ചാൽ അത്രയ്ക്കും വേസ്റ്റ് പടം. നമ്മളീ പറയത്തില്ല, കൊടുത്ത കാശിന് നമ്മൾ ഇറങ്ങി ഓടാനൊക്കെ തോന്നുന്നൊക്കെ പറയത്തില്ല, ആ ഒരു ടൈപ്പ് സിനിമയാണിത്. പിന്നെ ഇതിനകത്ത് മെയിൻ നെഗറ്റീവ് എന്ന് വെച്ചാൽ, നെഗറ്റീവ് ഉള്ളു പറയാൻ, എങ്കിലും ഞാൻ പറയാം, നമ്മൾ കൊച്ചി TV കാണുന്ന പഴയ ഡബ്ബ് പടങ്ങളില്ല, അതിന് ഇതിനേക്കാളും ക്വാളിറ്റിയും ഡബ്ബിങ്ങും ഉണ്ട്. പറയുന്ന കാര്യങ്ങളായാലും പൊളിറ്റിക്സ് ആയാലും നമ്മുടെ ഈ കാലത്ത് പറഞ്ഞുകൂടാത്ത രീതിയിലുള്ളതാണ്. എന്ന് വെച്ചാൽ ഓപ്പണായിട്ട് തന്നെ ഇവർ ജാതി എന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടി നമ്മൾ പോരാടണം എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ പറയുന്നത്. അതുമാത്രമല്ല, ഈ ഹിന്ദുക്കളെ പോസിറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ നെഗറ്റീവായിട്ട് കാണിക്കുന്ന പണ്ടുള്ള പ്രവണതയുണ്ട്. ആ സെയിം സാധനം തന്നെ ഇതിനകത്ത് പൊക്കോണ്ടിരിക്കുന്നത്. വില്ലന്മാരെല്ലാം മുസ്ലിംസ് ആയിട്ടാണ്. അതന്നെ, വില്ലന്മാർ മറ്റേ മ്യൂസിക്കിനെതിരെയും ആർട്ടിനെതിരെയും എല്ലാത്തിനെതിരെ നെഗറ്റീവായിട്ടാണ് ഇവർ കാണിച്ചിരിക്കുന്നത് തന്നെ. എന്ന് വെച്ചാൽ ഇതൊരു കറക്റ്റ് പ്രൊപ്പഗണ്ട പടം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ ആ ഒരു ടൈപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. മേക്കിംഗ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? ബ്രഹ്മാണ്ഡ ഫീൽ ആണോ? ഇല്ല, മേക്കിംഗ് വൈസ് ആണെങ്കിലും VFX സൈഡാണെങ്കിലും നമുക്ക് കാണാൻ മനസ്സിലാവും. ഇതായത് കൊടുത്ത കാശിന് കുറച്ചെങ്കിലും ഒരു പണി എടുക്കണ്ടേ? നമ്മൾ കാശ് എടുത്ത് കാണുന്ന പ്രേക്ഷകരെ വെറും മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് ഒരു സിനിമ എടുത്ത് വെച്ചേക്കുന്നത് തന്നെ. ഇത് കേരളത്തിൽ നിന്ന് ഒട്ടും മറക്കാൻ ചാൻസ് ഇല്ല. ഇത് പിറ്റേ ദിവസമല്ല, സെക്കൻഡ് ഡേ ഒരു ആളില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പവൻ കല്യാണൊക്കെ എങ്ങനെയുണ്ട്? ഒരു ഹീറോ ലെവൽ ആ ഒരു ഇല്ലില്ല, ഇതിനകത്ത് മെയിനായിട്ട് സ്ലോ മോഷനാണ് ഉള്ളത്. തുടക്കത്തെ അവസരം ഒരു സ്ലോ മോഷൻ 2.25 മണിക്കൂറുണ്ട് സിനിമ. ഇതിൻ്റെ സ്ലോ മോഷൻ കട്ട് ചെയ്തെങ്കിൽ തന്നെ 2 മണിക്കൂറുള്ള സിനിമ തീർക്കായിരുന്നു. എന്നുവെച്ചാൽ തിയേറ്ററിൽ നിന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. എന്ന് വെച്ചാൽ കീരവാണിയാണ് മ്യൂസിക്കിൻ്റെ അതിപ്രസരവും മറ്റേ ഇടിക്കുന്ന ശബ്ദം കേട്ട് ഉറങ്ങാൻ പോലും നമുക്ക് സ്വസ്ഥമായിട്ട് പറ്റത്തില്ല ഈ സിനിമ ആണെങ്കിൽ കയറിയാൽ. ഫ്രീ ടിക്കറ്റ് ഉണ്ടെന്ന് കരുതി AC കൊള്ളാൻ വേണ്ടി പോലും ഈ പരിസരത്തോട്ട് വരണ്ട, എന്നേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ 1000 ബാഹുബലിക്ക് അര ഹരിഹര വീരമല്ലു. ഇന്ന് കർക്കിടക വാവായോണ്ട് ഇവർ ബാഹുബലി എടുക്കാൻ നോക്കിയത്, അത് എടുത്തു വന്നപ്പോൾ ഒരു ബാഹുബലി സെറ്റപ്പിലായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ കോടികൾ മുടക്കിയത് മൊത്തം ചിലവാക്കിയെന്ന് വെച്ചാൽ ഈ പവൻ കല്യാണിൻ്റെ മുഖം ഒന്ന് നേരെ കാണാനാണ്. പുള്ളിക്ക് പ്രായമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പുള്ളിയുടെ മുഖത്തിട്ട് പണിഞ്ഞിട്ടാണ് ഫുൾ പടം ഇങ്ങനെ വെച്ചേക്കുന്നത്. മൊത്തത്തിൽ ഒരു എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഡബ്ബിങ് ടീമാണ്. മലയാളം ഡബ്ബിങ്ങിൽ ഇതിൽ ഇംഗ്ലീഷുകാരൊക്കെ ഡബ്ബിങ് വാട്സപ്പ് ഓഡിയോ ഒക്കെ അയച്ചു കൊടുത്താണ് ഡബ്ബ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നത്. ഇടയ്ക്കൊന്നും കേൾക്കാനൊന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമയാണ്. പിന്നെ നോർത്തിലൊക്കെ ഇതൊരു മഹാഭാരത അതുപോലെ തന്നെ ഭഗവത്ഗീത സെറ്റപ്പിലൊക്കെ അവർ ഒരു ഭക്തി സാന്ദ്രമായിട്ട് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു പടം കൂടിയാണ്. പിന്നെ ഇതിൻ്റെ VFXനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കൊച്ചി TVയിലൊക്കെ കണ്ടിട്ടുള്ള VFX ബ്രേക്ക് ഡൗൺ സഹിതം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഏതാണ് VFX ഏതാണ് VFX അല്ലാത്തതെന്നൊക്കെ. അപ്പോൾ കട്ടപ്പയും കീരവാണിയും കൊണ്ടുവന്നാൽ ബാഹുബലി ആവില്ല എന്ന് എന്തായാലും ഇവർക്ക് മനസ്സിലായി കാണും. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കാണാം. ബൈ.